ഇപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻസ് കീർത്തിക്കാണ് അല്ലേ? മുത്തശ്ശി അമ്മായിയെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല ഇറക്കി വിടാനൊരു മടി. ഗാഥ സ്റ്റോപ്പ് ഇറ്റ്. ഞാനും കീർത്തി തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്വഭാവം എന്താണെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം. അവര് കുഴപ്പക്കാരാണെന്ന് ദുബായ് മാമൻ പറഞ്ഞതാ. അപ്പൊ നമ്മൾ ആരും അത് വിശ്വസിച്ചില്ല. അതെങ്ങനെ സ്നേഹം കാണിച്ച് ഒലിപ്പിച്ച് നടക്കുവല്ലേ? ഗോപാലമാമനെ കുറിച്ച് ഒരു വിവരവുമില്ല. എന്താ പറ്റിയെന്നും അറിയില്ല. അല്ല, ഇനി എന്ത് ചെയ്യാനാ നീ ഉദ്ദേശിക്കുന്നത്? എന്താ അമ്മേ വേണ്ടത്? ഈ നാട്ടിൽ നിൽക്കണം തന്നെ മോളെ ആഗ്രഹം. ഞാനിവരെ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതാ, പക്ഷെ വരണ്ടേ? എനിക്ക് വീടൊന്നുമില്ല. ഒരു ചായ്പില ഞാൻ താമസിക്കുന്നത്. അവിടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കൃഷ്ണേ, നമുക്ക് ദുബായ് മാമന്റെ വീട്ടിലേക്ക് പോയാലോ? അവിടെ ആരുമില്ല. അതിനെന്താ? ആ വീട് നിന്റെ അച്ഛൻ ദുബായ് മാമൻ ഇഷ്ടദാനം കൊടുത്തതാ. അവിടെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല. കൃഷ്ണേ, എങ്കിൽ പിന്നെ അതാ നല്ലത്. മോളിക്കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ 10 ആണുങ്ങൾ കൂടുന്ന ബലവാ മോളിക്കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ. അമ്മ എഴുന്നേൽക്ക്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഒന്നും ഇട്ടെറിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പോവില്ല. അനിയൻ സാറ് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും. പകരം വീട്ടുകയും ചെയ്യും. അപ്പോ അത് കാണാൻ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. കൃഷ്ണേ, നിനക്ക് നിന്റെ അച്ഛനെ പിരിഞ്ഞ് ഇവിടുന്ന് പോവാൻ പറ്റൂ? ഇല്ല, ഒരിക്കലും പറ്റില്ല. അച്ഛൻ വരുമ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണം. നമുക്ക് പോവാം. ഗോപാലമാമന്റെ വീട്ടിലേക്ക് തന്നെ പോവാം. എങ്കി വാ അമ്മ, വാ. പോയിട്ട് വരാം ജോസേട്ടാ. ശരി മോളെ, സമാധാനായിട്ട് പോയിട്ടോ. എന്നാ ശരി. വാ അമ്മ. വാ അമ്മേ. സിത്താരയും ഗാഥമോളും ഇവിടെ ഉണ്ടല്ലോ സിനി. ഉണ്ട്, കേറി വരും. ഇരിക്കൂ. കുടിക്കാൻ എന്താ രണ്ടുപേർക്ക് എടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട സിനി, കുറച്ച് കഴിയട്ടെ. സുഖാണോ നവീൻ? എന്റെ സുഖാസുഖം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ. ഗാഥ ഇങ്ങോട്ടേക്ക് എത്തുന്ന നോക്കിയാ പോരെ. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. സിത്താരെ, ഇവര് തമ്മില് കാര്യങ്ങളൊക്കെ ഗാഥ എന്നോട് പറഞ്ഞായിരുന്നു. അത് വിശദീകരിച്ച് സമയം കളയണ്ട. ഇവന്റെ ഭാഗത്തും തെറ്റുണ്ട്. തല്ലിപ്പോയതിൽ അവന് വിഷമമുണ്ട്. ഗാഥയോട് അതിന് സോറി പറയാൻ വേണ്ടിയാ വന്നിരിക്കുന്നേ. അതവിടെ നിൽക്കട്ടെ. തല്ലാൻ മാത്രം എന്ത് തെറ്റാ എന്റെ മോള് ചെയ്തത്? ഗാഥ ഇതിനു മുമ്പ് പലതും പറഞ്ഞത് ഞാൻ സഹിച്ചിട്ടുണ്ട്. അതെന്നെ പറഞ്ഞാലും എൻ്റെ വീട്ടുകാരെ പറഞ്ഞാലും. പക്ഷേ ഇപ്പൊ ഗാഥ എന്നെയും കീർത്തിയും ചേർത്ത് സംസാരിച്ചപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. ഞാനും കീർത്തിയും തമ്മിൽ അരുതാത്ത ബന്ധമാണെന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞു കേട്ടാ മേഡം വിശ്വസിക്കൂ? ദേഷ്യം എല്ലാവർക്കും വരും സിത്താരെ. പക്ഷെ അതിന്റെ പേരില് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? അങ്ങനൊരു സംസാരം നടന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അയാളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മേഡത്തിന് അറിയില്ല. അല്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു വരവ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലായിരുന്നല്ലോ. സിത്താരെ, നമ്മൾ മുതിർന്നവർ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. അവര് തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് അവര് തമ്മിൽ സംസാരിച്ച് തീർത്തോട്ടെ. ഗാഥ റൂമിലാണോ? അതെ. സിത്താരെ, ഒന്നോർക്കണം. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അവരുടെ ജീവിതം ഇപ്പോഴും തുലാസിൽ തന്നെയാ. അവനൊരാണല്ലേ. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമൊന്നും ഞാൻ വകവെച്ച് തരില്ല.
തെറ്റും ശരിയും അതാര് ചെയ്താലും തിരിച്ചറിയണം. എത്രയോ നല്ല നിമിഷങ്ങൾ ഗാഥ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരുപക്ഷെ അറിയാതെ പറ്റിപ്പോകുന്ന കുറച്ച് നിമിഷങ്ങൾ. അവിടെയാണ് ഞാനും ഗാഥയും തമ്മിലുള്ള പ്രശ്നം. കീർത്തിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. എന്തായാലും എല്ലാം പറഞ്ഞു തീർക്കണം. എന്താ വന്നേ? എന്നെ അന്വേഷിച്ച് വരേണ്ട കാര്യം എന്താ? ഐ എം സോറി. പെട്ടെന്നുള്ള ദേഷ്യത്തിന് തന്നെ ഞാൻ തല്ലിപ്പോയി. ഐ എം റിയലി റിയലി സോറി. ഇത് പറയാനാണോ ഇത്രയും ദൂരം വന്നത്? സോറി പറയണം, എന്നിട്ട് തന്നെയും കൂട്ടി കളരിക്കലേക്ക് പോകണം. അമ്മയുണ്ട് താഴെ. ആര് വന്നാലും ശരി, തിരിച്ച് കളരിക്കലേക്ക് ഞാൻ പോരണമെങ്കിൽ എനിക്കൊരു നിബന്ധനയുണ്ട്. എന്താ? നിർമ്മല, ഉദയൻ, കീർത്തി ഇവര് 3 പേരും ഇനി കളരിക്കലുണ്ടാവാൻ പാടില്ല. അവരവിടെ ഉണ്ടെങ്കിൽ ഞാനിനി അങ്ങോട്ടേക്ക് വരില്ല. ഗാഥ, വിവാഹം കഴിഞ്ഞു വന്ന അന്ന് മുതൽ തന്നെ അവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അവരെ അവിടെ നിന്ന് പുറത്താക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ മുത്തശ്ശിയെ ബഹുമാനിക്കുന്നുണ്ട്. അമ്മായി മുത്തശ്ശിയുടെ മോളല്ലേ? ഈ പറഞ്ഞ മകളെ തന്നെ മുത്തശ്ശി പല തവണ ഇറക്കി വിട്ടിട്ടില്ലേ? എന്നിട്ട് തിരിച്ചു കയറിയതല്ലേ ആ നാശങ്ങള്? ഗാഥ, മുത്തശ്ശിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മായിക്കും ഒരേ സ്ഥാനമല്ലേ മനസ്സിലുണ്ടാവുക. കീർത്തിക്ക് എൻ്റെ സ്ഥാനമല്ലേ മുത്തശ്ശിയുടെ മനസ്സിൽ? ഓ, ഇപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻസ് കീർത്തിക്കാണ് അല്ലേ? മുത്തശ്ശി അമ്മായിയെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല ഇറക്കി വിടാനൊരു മടി. ഗാഥ, സ്റ്റോപ്പ് ഇറ്റ്. ഞാനും കീർത്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്വഭാവം എന്താണെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം. വീണ്ടും എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയല്ലേ? നവീൻ, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കളരിക്കൽ വീട്ടിൽ ഉണ്ടാവണമെന്ന് നവീൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ 3 പേരെയും അവിടുന്ന് പുറത്താക്കിയിരിക്കണം. ഇത് ഗാഥാ ശ്രീനിവാസന്റെ തീരുമാനമാണ്. ഒരു തീരുമാനം എടുത്താൽ അത് നടത്താൻ അറിയാവുന്ന ഗാഥാ ശ്രീനിവാസന്റെ. തനിക്ക് അത്രയ്ക്ക് വാശിയാണെങ്കിൽ ആ വാശി തന്നെ നടക്കട്ടെ.